സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു. അയ്യപ്പനെ എടുത്തുകൊണ്ടുപോകാത്തത് കരിങ്കല്ലായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതും കൊണ്ടുപോയരെ. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത് കൊള്ളയാണ്. IAS-കാരെ തലപ്പത്ത് വെക്കണമെന്ന് ഫയലുകൾ മന്ത്രിമാരുടെ അടുത്തേക്ക് എത്തട്ടെ എന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. കോടതി എന്ന് പറഞ്ഞു അത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ വാസുവിനെ കണ്ടുപിടിച്ച് ഈ പത്തനംതിട്ടക്കാരൻ കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, അത് നിങ്ങളാരും കേട്ടോ? പരമകള്ളൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭൂമിക്ക് ഉറുമ വെച്ചവൻ്റെ വെച്ച കള്ളനാണ് പത്മകുമാർ. ഇപ്പോൾ തെളിഞ്ഞല്ലേ അത്? അന്ന് പലർക്കും പരിഭവമായിരുന്നല്ല അതിനാണ്. അയാൾ ആളെ ശരിയല്ലെന്ന്. ഇതിനകത്ത് പല ശരികേടും കയറുന്നുണ്ട്. ഈ രാഷ്ട്രീയ അഭയാർത്ഥികൾക്ക് കയറാനും മെനകാടാനും ആശ്രയിക്കാനും അവസരം കൊടുക്കാൻ പാടില്ല ദേവസ്വം ബോർഡുകളിൽ. അതുകൊണ്ടാണ് ഈ ബോർഡെല്ലാം പിരിച്ചുവിടണമെന്ന്. ബോർഡ് പിരിച്ചു വിട്ടിട്ട് IAS-കാരെ വെക്കി, എന്നിട്ട് ഫയലെല്ലാം മന്ത്രിയുടെ കയ്യിലേക്ക് ചെല്ലട്ടെ. ഞാൻ ചില നിർദ്ദേശമൊക്കെ വെച്ചല്ലോ, അത് ഗവൺമെൻറ് സ്വീകരിക്കട്ടെ. ഈ അഴിമതി ഇല്ലാതാകട്ടെ. അഴിമതി ഈ സംവിധാനത്തിൽ ഇന്നും ഉണ്ടാകും, നാളെ ഉണ്ടാകും അഴിമതി. സ്വർണ്ണപ്പാളി പോയി അയ്യപ്പനെ എടുത്തുകൊണ്ട് പോകാത്തത് കരിങ്കല്ലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും എടുത്തുകൊണ്ട് പോകാനാണ്. ശരണ്യ സ്നേഹത്തിലേക്ക് വീണ്ടും. ശരണ്യ, NSS-നെതിരെ പലപ്പോഴും പരോക്ഷമായിട്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി. ഈ സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റും, മറ്റുള്ളവരെ വലിച്ചു താഴെയിടാൻ നോക്കും. അങ്ങനെ ഈഴവരെ അധികാര കസേരകളിൽ നിന്നൊക്കെ ഇറക്കിയത് NSS-ന്റെ അടക്കം NSS-ന്റെ തലപ്പത്തുള്ളവരുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങൾ പോലും ആയിട്ടില്ല. അപ്പോഴേക്കും വീണ്ടും ഒരു മയപ്പെട്ട ഒരു സമീപനത്തിലേക്ക് കടക്കുന്നു. G. സുകുമാരൻ നായർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അത് ആ സമുദായ സമവാക്യങ്ങളിലും വെള്ളാപ്പള്ളി അയവ് വരുത്തുകയാണ് എന്നുകൂടിയാണ്. ഹൈന്ദവ ഐക്യം എന്നുള്ള നിലപാട് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ഒന്നാണ്. അത്തരത്തിലൊരു ഹൈന്ദവ ഐക്യമില്ലാത്തതാണ് അത്തരത്തിൽ ഒരു സാമുദായിക പ്രത്യേകിച്ച് SNDP-യും NSS-ഉം പോലുള്ള സാമുദായിക സംഘടനകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഭിന്നിച്ചു നിൽക്കുന്നതാണ് അത്തരം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ കാരണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ ബദ്ധശത്രുവായി എല്ലാ കാലത്തും പരസ്പരം പോരടിച്ചിരുന്ന ആളുകളാണ് NSS അധ്യക്ഷനായിട്ടുള്ള NSS സുകുമാരൻ നായരും ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും. എന്നാൽ അത്തരം കാര്യങ്ങൾ നേരത്തെ KC വേണുഗോപാലിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമത്തോട് പങ്കെടുത്തതിന് ശേഷം പിന്നീട് ഉണ്ടായ ഒരു മാറ്റമാണ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധേയമായി തോന്നുന്നത്. അതായത് അത്തരത്തിൽ ഒരു സുകുമാരൻ നായർ എന്ന് പറയുന്നത് നമുക്കറിയാം, NSS നേരത്തെ എടുത്തൊരു നിലപാട് സമദൂരം എന്നുള്ളൊരു നിലപാടാണ് അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ പോലും കുറെ കൂടി UDF ചായ്വ് അവർ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സാഹചര്യം മാറിയിട്ടുണ്ടോ എന്ന് സംശയം ജനിക്കും വിധമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരത്തിലുള്ള ഇപ്പോൾ സുകുമാരൻ നായരെ NSS നേതൃത്വത്തെ അല്ലെങ്കിൽ സുകുമാരൻ നായരെ പിന്തുണച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. വെള്ളാപ്പള്ളി പറഞ്ഞൊരു വരി ഇതാണ്, അതായത് സുകുമാരൻ നായർ ഇപ്പോൾ സമദൂരത്തിൻ്റെ പാതയിലല്ല, മറിച്ച് ശരിദൂരത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല, അങ്ങനെ ഒരു സർക്കാർ പരിപാടിയിലേക്ക് ഒരു പ്രതിനിധിയെ അയച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന് നേരെ ഇത്രയധികം ഒരു ആക്രമണം നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാക്കുകളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ സുകുമാരൻ നായർക്കെതിരെ അതിൻ്റെ പേരിൽ ആണിയടിക്കുന്നത്, അതായത് ഒരു പ്രതിനിധി അയച്ചതിൻ്റെ പേരിൽ സുകുമാരൻ നായർ അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ ആണിയടിക്കാൻ നടക്കുന്നത് ശരിയായ കാര്യമല്ല എന്നുള്ളതാണ്. അദ്ദേഹം ആരുടെയും സ്വത്തല്ല, ഒരു സമുദായ നേതാവാണ് എന്ന് മാത്രമാണ് അത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ കൂടി വെള്ളാപ്പള്ളി പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ KC വേണുഗോപാലിനെതിരെ നമുക്ക് പറഞ്ഞ വാക്കുകൾ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു മാറ്റത്തിലേക്കാണ് NSS-ഉമായുള്ള സമീപനത്തിൽ ഇപ്പോൾ ഈ SNDP നേതൃത്വത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പ്രത്യേകിച്ച് എല്ലാ കാലത്തും പോരടിക്കുകയും പരസ്പരം വിമർശിക്കുകയും ചെയ്ത സുകുമാരൻ നായരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി പരസ്യ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് മാറിവരുന്ന NSS-നകത്ത് മാറിവരുന്ന രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയൊക്കെയോ പ്രതിഫലനമാണ് എന്ന് തന്നെ പറയാനിരിക്കാം. എന്തായാലും ആ ഒരു ശത്രുത അല്ലെങ്കിൽ ആ ഒരു അകൽച്ചയുടെ
അളവ് അത് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡുകളിലെ വിഷയത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ഇടതുപക്ഷം ഏറ്റവും അധികം ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന വിഷയമാണ് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ആ സംഭവത്തിനകത്തും അദ്ദേഹം പക്ഷേ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷമായ വിമർശനം വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡുകളിൽ നടക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് കൊള്ളയാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടണം, അത് എത്രയും വേഗം ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം കൂടി വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നു. അഡ്മിനിസ്ട്രേഷനിലുള്ള കൃത്യമായ ഇടപെടലില്ലായ്മയാണ്, അതിൻ്റെ കൃത്യതയില്ലായ്മയാണ് ഈ ഇത്തരം ഒരു കൊള്ളയ്ക്ക് വഴിവെക്കുന്നത് അല്ലെങ്കിൽ അതിനെ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ദേവസ്വം ബോർഡുകളുടെ എല്ലാം തലപ്പത്ത് IAS ഉദ്യോഗസ്ഥന്മാരാണ് വരേണ്ടത്. ബോർഡുകൾ എന്നുള്ള സംവിധാനത്തെ പിരിച്ചുവിട്ടുകൊണ്ട് IAS ഉദ്യോഗസ്ഥർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ചുമതല നൽകണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ രൂക്ഷമായ ഒരു വിമർശനമായിരുന്നു. അതായത് ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം അത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് മാത്രമാണ് എടുത്തുകൊണ്ട് പോകാത്തത്, അല്ലെങ്കിൽ എപ്പോഴേ അയ്യപ്പനെയും കടത്തിയേനെ എന്നുള്ള ഒരു കടന്ന ഒരു വിമർശനം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലർക്കും ആശ്രിതരായ പലർക്കും ഇടം കൊടുക്കാനുള്ള വേദിയായി ദേവസ്വം ബോർഡുകളെ സർക്കാർ ഉപയോഗിച്ചു വരുന്നു എന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.